പ്രിയമുള്ളവരെ, ബർമിംഗ്ഹാമിൽ 2011 മുതൽ നടന്നുകൊണ്ടിരുന്ന കുർബാന മൂലക്കാട്ട് മെത്രാനും അതോടൊപ്പം തന്നെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ മെത്രാനുമായിട്ടുള്ള ബിഷപ്പ് സ്രാമ്പിക്കിനും ചേർന്ന്, അതുപോലെ തന്നെ അവിടുത്തെ ബർമിംഗ്ഹാമിലെ ഒരു വൈദികനും കൂടെ ചേർന്ന് അവിടെ അത് നിർത്തിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇതിനാസ്പദമായ കാരണം എന്ന് പറയുന്നത്, ഇവർ സീറോ മലബാർ സഭയിൽ ചേരാതെ അവിടെ ഇത്തരം അവരുടെ വിശ്വാസങ്ങളുമായി മുമ്പോട്ട് പോയതുകൊണ്ട് അവരെ ആ കുർബാന നിർത്തിക്കാൻ ബർമിംഗ്ഹാം ബിഷപ്പിൽ സമ്മർദ്ദം ചെലുത്തി അവർ കുർബാന നടത്തിയിരുന്ന പള്ളി എന്ന് പറയുന്നത് കോർപ്പസ് ക്രിസ്റ്റി ചർച്ച് എന്ന് പറയുന്ന പള്ളിയിലാണ് ഈ 15 വർഷമായി കുർബാന നടത്തിയിരുന്നത്. അവിടെ ആ പള്ളി അവർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി ബർമിംഗ്ഹാം ബിഷപ്പിനെ സമ്മർദ്ദം ചെലുത്തി ആ പള്ളി കൊടുക്കില്ല എന്നറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസം മുതൽ അവിടെ കുർബാന തുടരാൻ കഴിയില്ല എന്ന് അവിടുത്തെ ഇംഗ്ലീഷ് വികാരി അവരെ അറിയിച്ചിട്ടുണ്ട്. ഇത് ഈ സീറോ മലബാർ സഭയുടെ വരുന്നതിന് മുമ്പ് 2016 സീറോ മലബാർ സഭ വരുന്നത്. അതിനു മുമ്പ് 2011 മുതൽ അവിടുത്തെ വിശ്വാസി സമൂഹം സംഘടിച്ച് അവരൊരു അച്ഛനെ സംഘടിപ്പിച്ച് കുർബാന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം സീറോ മലബാർ സഭയോട് വന്നതിന് ശേഷം മലയാളി അച്ഛന്മാരെ വരാതെയായി. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, സീറോ മലബാർ സഭ പറഞ്ഞു, നിങ്ങളെല്ലാം ഈ മാമോദിസ വഴി സീറോ മലബാർ സഭയിലെ അംഗങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായും ഞങ്ങളുടെ ഈ സഭയിൽ ചേർന്ന് ഞങ്ങൾക്ക് ഇതിൻ്റെ ഗുണ്ടാപ്പിരിവ് തരണം. ആ ഗുണ്ടാപ്പിരിവും ഇവിടെ ചേർന്ന് ഞങ്ങൾ പറയുന്നത് കേട്ട്, അതായത് നമ്മുടെ നാട്ടിലെ വികാരി അച്ഛൻ പറയുന്നത് എന്തോ അത് ആണല്ലോ സഭയിൽ നടക്കുന്നത്, അങ്ങനെ ആ രീതിയിലൊരു അടിമത്തത്തിലേക്ക് നിങ്ങൾ വരണം. ഞങ്ങളുടെ അടിമത്തത്തിലേക്ക് വരികയും ഞങ്ങളുടെ ആജ്ഞ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മലയാളം പള്ളിയിൽ കുർബാന ചെല്ലാൻ മലയാളം അച്ഛന്മാരെ കിട്ടില്ല എന്ന് പറഞ്ഞു. അവരുടനെ വേണ്ട എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് അച്ഛന്മാരെ വിളിച്ച് ആ പള്ളിയിൽ കുർബാന തുടർന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സീറോ മലബാർ സഭയുടെ ഗുണ്ടാപ്പിരിവ് കൊടുക്കുന്ന പള്ളിയിൽ ചെല്ലുന്ന ആളുകളൊക്കെ കൂടുതൽ ആളുകൾ ഇപ്പറയാണ് കുർബാനയ്ക്ക് ചെന്നിരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ സ്രാമ്പിക്കിനും അതോടൊപ്പം തന്നെ ഇത് ക്നാനായക്കാരാണ് കൂടുതൽ ഈ കുർബാന നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് മൂലക്കാരണങ്ങൾ കൂടി സംയുക്തമായിട്ട് തീരുമാനിച്ച് അവിടുത്തെ ഒരു ലോക്കൽ സഞ്ജു എന്നോ മറ്റേ അച്ഛൻ്റെ പേര്, അയാൾ പറഞ്ഞനുസരിച്ച് ഈ ഇംഗ്ലീഷ് ബിഷപ്പിനെ കൊണ്ട് കുർബാനയ്ക്ക് പള്ളി കൊടുക്കാതെ ആക്കി എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഞങ്ങൾ ജന്മികളാണ്, നിങ്ങൾ കുടിയാന്മാരായിരുന്നു. ആ കുടിയാന്മാരായിരുന്നവർ എവിടെ ചെന്നാലും, ഇംഗ്ലണ്ടിൽ ചെന്നാലും ഏത് ലിബറൽ കൺട്രീസിൽ ചെന്നാലും ഞങ്ങളുടെ കുടിയാന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായി ഞങ്ങളുടെ ഈ ഗുണ്ടാ സംഘത്തിൽ എന്നോട് ചേർന്ന് ഞങ്ങൾക്ക് ഗുണ്ടാപ്പിരിവ് തരണം എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ തരാത്തവരെ ഇവർ സ്വാധീനിക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ന്യൂനപക്ഷങ്ങൾ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ വന്നിരിക്കുന്ന മലയാളികൾ ന്യൂനപക്ഷങ്ങൾ എന്നുള്ള നിലയ്ക്ക് അവരുടെ മൊത്തം ലീഡർഷിപ്പും ഈ വൈദികൻ്റെയും ഈ ബിഷപ്പ്മാരുടെയും കയ്യിലാണെന്നാണ് അവരുടെ ധാരണ ഇരിക്കുന്നത്. അതുകൊണ്ട് അവർ ഈ ബിഷപ്പ് പറഞ്ഞിട്ട്, ഇദ്ദേഹവും ബിഷപ്പ് കൗൺസിലിലെ അംഗമാണല്ലോ ഈ സ്രാമ്പിക്കിനും, അതുകൊണ്ട് ആ പള്ളി കൊടുക്കാതെ അവരുടെ വിശ്വാസികൾ ഇന്ന് വഴിയാധാരമായി നിൽക്കുന്ന സ്ഥിതിയാണ്. അപ്പോൾ അവരുടെ ഇംഗ്ലീഷ് അച്ഛൻ കുർബാന ചെല്ലും, മലയാളം പാട്ട് പാടുകയൊക്കെ ചെയ്ത് വളരെ സംയുക്തമായിട്ട് ഈ ഇംഗ്ലീഷ് മലയാളം സംയുക്തമായിട്ടുള്ള കുർബാനയും പരിപാടികളുമായിട്ട് ആളുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇത്തരം ഒരു ദുരന്തം അവരുടെ മുകളിൽ വന്ന് പതിക്കുകയും അവർ വളരെ അസ്വസ്ഥമാകുകയും ചെയ്ത് എന്നെ വിളിച്ചിട്ട് അതിലൊരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വിവരം ജനങ്ങളോടൊന്ന് പറയണം എന്ന്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഇവിടെ കുർബാന നടന്നാലും നടന്നില്ലെങ്കിൽ എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. കാരണം ഈ ലോകത്ത് കുർബാന നടക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ, എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം 5 ലക്ഷം അച്ഛന്മാരുണ്ട് റോമൻ കാത്തലിക്ക സഭയ്ക്ക് ലോകത്ത്. അവരെല്ലാം കൂടെ കൂടി കുർബാന ചെല്ലുമ്പോൾ എത്രയോ കുർബാനകളാണ് വരുന്നത്. ഒരു 10-15 ലക്ഷം കുർബാന ചിലപ്പോൾ ഒരു ദിവസം ചെല്ലുന്നുണ്ടാകും. ഈ കുർബാന കൊണ്ട് ഈ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഒന്നും സംഭവിക്കുന്നില്ലെന്ന് വിചാരിക്കുന്ന ആളെ ഞാൻ. കൊറോണ വന്നപ്പോൾ ഈ കുർബാന ചെല്ലാതിരുന്നു. ഈ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഈ കുർബാന കൊണ്ട് ഒരു പ്രയോജനമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഭൂമി എൻ്റെ അച്ഛൻ്റെ അപ്പോഴും കറങ്ങുന്നുണ്ടായിരുന്നു. അത് ഇവരുടെ പ്രത്യേക അനുവാദമൊന്നും ഇല്ലാതെയാണ് കറങ്ങിക്കൊണ്ടിരുന്നത്. ഇവരുടെ പ്രത്യേക ആശീർവാദം ഇല്ലാതെയും ഭൂമി കറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ബർമിംഗ്ഹാമിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് കൊണ്ടുവന്നൊരു പാരമ്പര്യം, ആ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി കുർബാനയും പള്ളിയും ഒക്കെ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അവർ ആ തരത്തിലൊരു ഫോളോ അപ്പ് നടത്തിയപ്പം അതിനെ ചൂഷണം ചെയ്യാൻ കഴിയാതെ വന്നപ്പം, ഞങ്ങൾക്ക് കിട്ടേണ്ട ഗുണ്ടാപ്പിരിവ് കിട്ടുന്നില്ല എന്ന് അറിഞ്ഞപ്പം ഇവർ ബോധപൂർവ്വം ഇവിടുത്തെ ഇംഗ്ലീഷ് ബിഷപ്പിനെ സ്വാധീനിച്ച് പള്ളി അവർക്ക് കൊടുക്കുന്നത് നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള ഒരു സഡൻ പ്രൊവോക്കേഷൻ എന്ന് പറയുന്നത് ഇതുണ്ടായി. ഇങ്ങനെ പള്ളി കൊടുക്കാതെ ആയി കഴിഞ്ഞപ്പം
അവിടുത്തെ ആളുകൾ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഈസ്റ്ററിൻ്റെ ദിവസം പീഡാനുഭവത്തെ കുരിശിൻ്റെ വഴിയിൽ ആ കുരിശിൻ്റെ വഴിയിലൂടെ ഇവരനുഭവിക്കുന്ന ഇവരോട് ഈ സീറോ മലബാർ സഭ എന്ന കൊള്ള സംഘം നടത്തുന്ന ക്രൂരതകളെപ്പറ്റി അവർ വിശദീകരിച്ചുകൊണ്ട് ഒരു കുരിശിൻ്റെ വഴി നടത്തി. ആ കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത് യഥാർത്ഥം കുരിശിൻ്റെ വഴിയാണോ എന്ന് അറിയത്തില്ല. ക്രിസ്തുവിനെ പോലെ വേഷം ധരിച്ച് 2 റോമൻ പടയാളികൾ അടിക്കുന്നു. അവർ പോകുന്ന വഴിയിൽ ഇങ്ങനെ സ്ഥലത്ത് വെച്ച് ഞങ്ങളെ കുർബാന നിഷേധിച്ചു, ഞങ്ങളെ പീഡിപ്പിക്കുന്നു, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പീഡനം പോലെ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ സ്കിറ്റ് ഉണ്ടാക്കി പബ്ലിഷ് ചെയ്തു. ഇത് പബ്ലിഷ് ചെയ്തത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കിറ്റ് ഭയങ്കര അങ്ങ് വൈറലായി. കാരണം ആ സ്കിറ്റിൻ്റെ കലാമൂല്യവും അതിൻ്റെ കോറിയോഗ്രാഫിയും ഒക്കെ വളരെ ഗംഭീരമായിരുന്നു. അത് അഭിനയിച്ചവരും നന്നായിട്ട് അഭിനയിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ സൗണ്ടും സിസ്റ്റവും ഡയലോഗും എല്ലാം അതിമനോഹര വളരെ നല്ല കലാമൂല്യമുള്ള ഒരു സ്കിറ്റായിരുന്നു. അതുകൊണ്ട് അത് ലോകം മുഴുവൻ കണ്ടു. അത് ഇവർക്ക് അപമാനമായി തീർന്നു. കാരണം ഈ സഭ നടത്തുന്ന ചൂഷണത്തെ സംബന്ധിച്ച് ഇവർ കൃത്യമായി ആ സ്കിറ്റിലൂടെ വിവരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് അത് വലിയ നാണക്കേടായി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ദീപിക പത്രവും നാട്ടിലെ ദീപിക പത്രവും ഷക്കീന ടി വിയും ഒക്കെ ഇത് ക്രിസ്തുവിൻ്റെ ഈ പറയുന്ന പീഡാനുഭവങ്ങളെ വക്രീകരിച്ചെന്നും അതിനെ പെർവേർട്ട് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഇവർ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. ഇവിടെ തന്നെ 2 വിഭാഗമുണ്ട്. ഈ സഭയെ അനുകൂലിക്കുന്നവരും സഭയെ എതിർക്കുന്നവരുമുണ്ട്. സഭയുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കുന്ന വിഭാഗമുണ്ട്. അനാവശ്യമായ കടന്നുകയറ്റത്തെയും സാമ്പത്തിക ചൂഷണത്തെയും ഒക്കെ പ്രതിരോധിക്കുന്ന വിഭാഗമുണ്ട്. അപ്പോൾ ഈ സഭാ അനുകൂലികൾ ഇങ്ങനെ ഈ അച്ഛന്മാർ പറയുന്ന എന്തും കേട്ട് വേദവാക്യമായി കൊണ്ടുനടക്കുകയും നമ്മുടെ നാട്ടിലെ പോലെ എന്നാൽ വികാരിയച്ഛൻ പറയും എന്ന് പറഞ്ഞ് വികാരിയച്ഛൻ്റെ തീരുമാനങ്ങൾക്ക് വേണ്ടി എല്ലാം വിട്ടുകൊടുക്കുന്ന ഒട്ടും ജനാധിപത്യ ബോധമില്ലാത്ത ഒരു സമൂഹം ഇവിടെയാണ്. അവരെല്ലാം കൂടി ഇത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ പെർവേർട്ട് ചെയ്തെന്ന് പറഞ്ഞ് പ്രചാരണം നടത്താനും തുടങ്ങി. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ഈ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ പെർവേർട്ട് ചെയ്തു എന്ന് പറയുമ്പം എനിക്ക് ബലമായൊരു സംശയം ചോദിക്കാനുണ്ട്. ഈ ക്രിസ്തുവിൻ്റെ ചരിത്രത്തെ ആദ്യമായിട്ടാണോ ഇതിപ്പം ക്രിസ്തുവിൻ്റെ ചരിത്രം എന്ന് പറയാൻ പറ്റില്ല. 6 സ്ഥലത്തെ അവർ ഈ പരിപാടി നടത്തിയുള്ളൂ. അപ്പോൾ അതായത് 14 സ്ഥലം പോയില്ല, 6 സ്ഥലം മറ്റാണ് പോയത്. അവിടെ വെച്ച് ഈ 6 സ്ഥലത്തും ഇവരുടെ പ്രശ്നങ്ങൾ പറയുകയാണിത്. ഈ ക്രിസ്തുവിനെ ഏതെല്ലാം തരത്തിൽ ലോകത്ത് വക്രീകരിച്ചിട്ടുണ്ട്, അതിനെല്ലാം ഈ സഭ എതിർത്തിട്ടുണ്ടോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ 1859 ജർമ്മനിയിൽ ഒരു ടൈബീരിയസ് ജൂലിയസ് പന്തേറ എന്ന് പറഞ്ഞ ഒരാളുടെ, ജൂലിയസ് പന്തേറ എന്നാണ് അറിയപ്പെടുന്നത്, ടൈബീരിയസ് കൂടി 3 പേര്, ടൈബീരിയസ് ജൂലിയസ് പന്തേറ, ഇയാളുടെ ഒരു ശവകുടീരം കണ്ടെത്തി. ആ ശവകുടീരത്തിൽ ഇദ്ദേഹം ഒരു റോമൻ സോൾജറാണെന്ന് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചരിത്രവും പശ്ചാത്തലവും എടുത്ത് അനലൈസ് ചെയ്തിട്ട് ജെയിംസ് ടാബോർ എന്ന് പറയുന്ന ഒരു ജൂത റാബി ഈ പറയുന്ന ക്രിസ്തു എന്ന് പറയുന്ന ഈ പന്തേരയുടെ മകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ദൈവത്തിൽ നിന്ന് ജനിച്ചെന്നാണല്ലോ ക്രിസ്ത്യാനികളുടെ വിശ്വാസം. അപ്പോൾ അതിനെതിരെ റോം എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി വേറെ കാര്യമുണ്ട്. നിക്കോളോസ് കസാൻഡാക്കിസ് എന്ന് പറഞ്ഞ ഒരാൾ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതി. അതിൻ്റെ നാടകവും സിനിമയും എല്ലാം പിന്നീട് വന്നു. നമുക്കിപ്പോൾ യൂട്യൂബിൽ കയറി അതിൻ്റെ സിനിമകളും എല്ലാം കാണാം. അതിൽ ക്രിസ്തുവിൻ്റെ ഈ ഫൈനൽ ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ദൈവപുത്രനാണെന്ന് ഉള്ള സംഭവം മറന്നു പോവുകയും അതുപോലെ ദൈവപുത്രനാണെന്ന് പുള്ളിക്ക് പിന്നീട് പൗലോസ് പറയുന്നതായിട്ടാണ് പുള്ളി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പുള്ളി കുരിശിൽ മരിക്കാൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പിന്നീട് വേണ്ടി തിരിച്ചറിഞ്ഞ് കുരിശിൽ പോയി മരിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അദ്ദേഹത്തിന് മറ്റേ മേരിയുമായിട്ട് മദലാം മറിയുമായിട്ട് പ്രേമമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ഒക്കെ അതിൻ്റെ അകത്ത് വിവക്ഷ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റോമൻ കാത്തലിക് സഭ പൂർണ്ണമായി അതിനെ തള്ളിക്കളയണമെന്ന് പറഞ്ഞുകൊണ്ടോ അത് നിരോധിക്കണമെന്ന് പറഞ്ഞ ലോകത്ത് ഇറങ്ങിയിട്ടില്ല. കേരളത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ഈ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ദ ക്രൈസ്റ്റ് വന്ന് PM ആൻ്റണി ഒരു നാടകം ഉണ്ടാക്കിയപ്പോൾ അതിനെതിരെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലോകത്തുള്ള മുഴുവൻ കത്തോലിക്ക സഭയും അതിനെതിരായിട്ട് ഒന്നും പ്രതികരിച്ചിട്ടില്ല. അവർ ക്രിസ്തുവിൻ്റെ വ്യത്യസ്ത ഡയമെൻഷനിലുള്ള കലാകാരന്മാരുടെ ചിന്തകൾക്കനുസരിച്ച് അതിന് കാണാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടാകുന്നുള്ള ചിന്തയാണുള്ളത്. അതുപോലെ ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ വേറെ നടന്നിട്ടുണ്ട്. ഈ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഈ 2000 വർഷമായിട്ട് എന്തെല്ലാം വിവക്ഷകളും എന്തെല്ലാം വ്യത്യസ്തമായ ഡയമെൻഷനിൽ അദ്ദേഹത്തെ കാണാനും ശ്രമിച്ച ആളുണ്ട്. ക്രിസ്തു ദൈവപുത്രൻ. ഇനിയിപ്പോട്ടെ ഖുർആൻ പറയുന്നത് എന്താ? ഇദ്ദേഹം കുരിശുമരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അത് കാലങ്ങളായി അവർ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള വ്യത്യസ്തമായ ചിന്തകളുണ്ട്. ക്രിസ്തു ദൈവപുത്രനായിരുന്നോ അല്ലയോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ആളുകൾക്കുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അതിനകത്ത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് അതിനെല്ലാം പ്രതിരോധിക്കാൻ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യർ അവിടെ അവരുടെ ഒരു കലാബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വേദനകൾ പറഞ്ഞപ്പം അവരെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് അത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ കയ്യപ്പാസിൻ്റെ ആളുകളാണ്
എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഇപ്പം അവരെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു 16-കാരിയെ ഒരു അച്ഛൻ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. അന്ന് ഈ സഭയ്ക്ക് വേദന ഉണ്ടായിരുന്നു. അത് ക്രിസ്തുവിനെതിരായിട്ടുള്ള പ്രവർത്തനം അല്ലായിരുന്നു. അതുപോലെ ഈ UK നിന്ന് എത്ര അച്ഛന്മാർ ഇപ്പോൾ പെണ്ണുപിടുത്ത കേസിൽ നിന്ന് രക്ഷപ്പെട്ട് കേസെടുക്കാതിരിക്കാൻ വേണ്ടി നാട്ടിലോട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെയൊക്കെ അല്ലേ ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ വേദനിപ്പിക്കുന്നത്? അതുപോലെ തന്നെ വേറെ എന്തെല്ലാം മദ്യപിച്ച് ഒരു ജ്ഞാനായ അച്ഛൻ തന്നെ മദ്യപിച്ച് വണ്ടി ഓടിച്ച് പോസ്റ്റലടിച്ചു. ആ വൃത്തികെട്ടവൻ യഥാർത്ഥത്തിൽ ആ വണ്ടി ഓടിച്ചുകൊണ്ട് പോയ വഴിക്ക് കുട്ടികൾ നടന്നു വരുന്നൊരു സമയമാണ്. എത്ര കുട്ടികൾ മരിച്ചേ സ്കൂൾ വിടുന്ന സമയമാണെങ്കിൽ. അവൻ കള്ളടിച്ച് റെമി മാർട്ടിൻ എന്ന് പറഞ്ഞാൽ കള്ളടിച്ച് വണ്ടി ഓടിച്ച് അവനൊരു പോസ്റ്റേ പോയി ഇടിച്ച് ഭാഗ്യത്തിന് അവൻ ചത്തില്ല. ആ സമയത്ത് ഞാൻ ആ വണ്ടി ഓടിച്ചു പോകുന്നത് കണ്ടപ്പോൾ അത്ഭുതം തോന്നി. അവിടെ വല്ല മനുഷ്യരുണ്ടായിരുന്നെങ്കിലുള്ള സ്ഥിതി തന്നെ. ഇങ്ങനെ ഈ പാമ്പ് കുളയുന്ന പോലെയാണ് റോഡിൽ കൂടെ ഒരു വളരെ നാരോ റോഡിലൂടെ അദ്ദേഹം വണ്ടി ഓടിച്ചു പോകുന്നത്. അവിടെ ഒന്നും ഇവർക്ക് ക്രിസ്തുവിനെ വേദനിപ്പിച്ചായിട്ട് തോന്നിയില്ല. ഈ പാവപ്പെട്ട മനുഷ്യർ ഇവിടെ ഒരു സ്കിറ്റ് അവതരിപ്പിച്ചും അത് ക്രിസ്തുവിനെ ഭയങ്കരമായി വേദനിപ്പിച്ചതായിരുന്നു. ഈ 16 വയസ്സുകാരെ കൊച്ചിനെ റേപ്പ് ചെയ്ത് ഗർഭിണിയാക്കി അച്ഛനെ രക്ഷപ്പെടാൻ സഹായിച്ചത് ഈ സഭക്കാരാണ്. മനസ്സിലായി, രക്ഷപ്പെടാൻ. പക്ഷേ ഭാഗ്യത്തിന് ഏതോ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ചാലക്കുടിലും കണ്ട് വെച്ച് കയറി അറസ്റ്റ് ചെയ്തു. അല്ലെ അദ്ദേഹം ഇപ്പോൾ കാനഡയിൽ ചെന്നതിന് കാനഡയിലേക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് പോകാൻ രക്ഷപ്പെടുത്തിയാണ്. ഇതൊന്നും ക്രിസ്തു വിരുദ്ധമല്ല. ഒരു പാവപ്പെട്ട മനുഷ്യർ ക്രിസ്തുവിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ആ ക്രിസ്തുവിനെ പോലെ ഒരു ഡ്രസ്സ് ചെയ്ത് അവരവരുടെ വേദന യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ പീഡാനുഭവം എന്താണോ എന്നുള്ള നിലയിൽ പറഞ്ഞപ്പോൾ അവർക്ക് വേദന തട്ടി. ഇവർക്ക് ഭയങ്കരമായി ഇവരുടെ വിശ്വാസത്തെ അത് ഹർട്ട് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ ക്രിസ്തു ആളുകളെ ഹർട്ട് ചെയ്യുന്നില്ലേ? പറയുന്നില്ലേ? നിങ്ങൾ റോമൻ ഗവർണറോട് പറയുന്നത് എന്താ? നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ റോമൻ ഗവർണറെ നിസ്സംഗതയോടെ നിന്ന് നിഷേധിക്കുകയല്ലേ ഇത്? അതൊരു പ്രതിരോധമല്ലായിരുന്നോ? താങ്കൾ ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു താങ്കൾ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നാണ് പറഞ്ഞത്. അവിടെ റോമൻ അതോറിറ്റി അദ്ദേഹം വളരെ കൃത്യമായി ചോദ്യം ചെയ്യലേ ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പീഡാനുഭവം തന്നെ അധികാരത്തോടുള്ള ഒരു വെല്ലുവിളിയും കൂടെ കൂടിയായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അധികാരത്തോടുള്ള ഒരു വെല്ലുവിളിയും കൂടെ കൂടിയായിട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ ആളുകൾ ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് നിങ്ങൾ ഈ UK മനുഷ്യരെ ഈ തരത്തിൽ കൊള്ളയടിക്കുന്ന, നിങ്ങൾ സംഘടിതമായി നിങ്ങൾ ബലം പ്രയോഗിച്ച് എന്തിനാണ് നിങ്ങളുടെ സഭയെ ചേർക്കുന്നത്? ക്രിസ്തു ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും ബലം പിടിച്ച് സഭയെ ചേർത്തിട്ടുണ്ടോ? നിങ്ങൾ നിർബന്ധിതമായി ഫോം പൂരിപ്പിക്കണം, നിങ്ങൾക്ക് ഡയറക്റ്റ് ഡെബിറ്റ് തരണം, നിങ്ങളവിടെ ചേരണം, അല്ലെ നിങ്ങളുടെ കുട്ടികളുടെ വിവാഹം മുടക്കും. അങ്ങനെ വിവാഹം മുടക്കുന്നു. ഒരു ഗുണ്ടാസംഘത്തിൻ്റെ നിലവാരമല്ലേ നിങ്ങൾക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ക്രിസ്തുവിൻ്റെ നൈതികത എന്ന് പറഞ്ഞത് നിങ്ങളുടെ അയൽവക്കത്തോടെ പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ കുർബാന മുടക്കിയത്? അതിൻ്റെ പ്രതിഫലനമായിട്ടല്ലേ അവരവിടെ ഈ സ്കിറ്റ് ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന ഈ ക്രൂരതകൾ യഥാർത്ഥത്തിൽ ഇത് ക്രൈസ്തവമല്ല. ഇത് ശരിക്കും കയ്യപ്പാസിൻ്റെ ആളുകളാണ്. നിങ്ങൾ ഗുണ്ടകളാണ്. നിങ്ങൾ വെറും ഗുണ്ടാ പിരിവുകാരാണ്. ഇത് കൊള്ളസംഘമാണ്, സഭയല്ല, ഇത് കൊള്ളസംഘമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കൊള്ളയും പരിപാടിയും നിങ്ങൾ അവസാനിപ്പിക്കുക. നിങ്ങൾ മനുഷ്യരായി മാറുക. നിങ്ങൾ നാട്ടിൽ നിന്ന് ഞങ്ങളാരും വിളിച്ചിട്ടല്ല ഇങ്ങോട്ട് വന്നേക്കുന്നത്. മനസ്സിലായോ? ഞങ്ങൾ ആരും നിങ്ങളുടെ സേവനം പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്. നിങ്ങളെ ആരെയൊക്കെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടാവും. അതിന് ഞങ്ങൾ ഉത്തരവാദിയാകുന്നുണ്ട്. ഞങ്ങളിവിടെ കഴിഞ്ഞ 10-25 വർഷമായി ജീവിക്കുന്ന മനുഷ്യർ, ഞങ്ങളുടെ കുട്ടികൾ ഇവിടുത്തെ ഇംഗ്ലീഷ് പള്ളിയിൽ പോകുന്നു. ആ ഇംഗ്ലീഷ് പള്ളിയിൽ പോകുന്നവരുണ്ട്, പോകാത്തവരുണ്ട്. അവർക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് പള്ളി കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണ്ടാപ്പിരിവ് വന്ന് നിങ്ങളെ ഇത് കടലാസ് മേടിക്കുന്നു പറഞ്ഞാൽ എന്ത് യാഥാർത്ഥ്യമാണുള്ളത്? അല്ല എന്ത് നീതിബോധം, അതിൻ്റെ നൈതികത എന്താണ്? അതിൻ്റെ നീതിബോധം എന്താണ്? അത് നിങ്ങൾ പറയണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കൊള്ള എന്ന് പറയുന്നത് നാട്ടിലെ പോലെ ഇവിടെ നടത്താൻ വേണ്ടി നിങ്ങൾ ഇവിടുത്തെ ഇംഗ്ലീഷ് സഭക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ആ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഈ കൊള്ളകൾക്ക് പലപ്പോഴും അവർ കൂട്ടുനിൽക്കുന്നത്. അവരെ നിങ്ങളെ മനസ്സിലാക്കിയിരുന്നത് നിങ്ങളൊരു മൈനോറിറ്റി ഗ്രൂപ്പാണ്, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് ജീവിച്ചു പോകട്ടെ എന്നുള്ളൊരു മനോഭാവം ഉള്ളതുകൊണ്ടാണ്. ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പാവപ്പെട്ട ആ ബർമിംഗ്ഹാമിലെ ആളുകളുടെ കുർബാന നിഷേധിച്ചതും അതുപോലെ തന്നെ അവിടെ ഒരു സ്കിറ്റ് ഉണ്ടാക്കിയപ്പോൾ അവർ മോശക്കാരായി ചിത്രീകരിക്കുന്നതൊക്കെ തികച്ചും തെമ്മാടിത്തരമാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ, ഞാൻ ഇതിൽ നിന്ന് വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് പോലും നിങ്ങൾക്ക് പ്രതിബദ്ധതയില്ലെന്ന് മാത്രമല്ല, ഇന്നലെ ഒരു വലിയ നേതാവായി ഞാൻ സംസാരിച്ചപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിങ്ങളൊരു സാമുദായിക നേതാവായി ഞാൻ സംസാരിച്ചപ്പോൾ അയാൾ വ്യക്തിപരമായി പറഞ്ഞു ഇവർക്കൊന്നും ദൈവവിശ്വാസം പോലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്കാണ് ദൈവവിശ്വാസം ഉള്ളത്, ഇവന്മാർക്ക് ദൈവവിശ്വാസം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മനസ്സിലായോ? കാരണം നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻട്രസ്റ്റുകളും കൊള്ളകളും മാത്രമാണുള്ളത്. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻട്രസ്റ്റ് ഫെയിലാകുന്നിടത്ത് മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിനെ അവിടെ ഇറക്കി നിർത്തി നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രതിരോധിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ക്രിസ്തുവിനെ ആവശ്യമില്ല, അല്ലെങ്കിൽ ക്രിസ്തുവിനെ നിങ്ങൾ തോട്ടിക്കളയും. മനസ്സിലായോ? നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നിങ്ങളുടെ താല്പര്യം എന്ന് പറയുന്നത്, സമ്പത്താണ് നിങ്ങളുടെ താല്പര്യം. അതുകൊണ്ട് ഈ കൊള്ള അവസാനിപ്പിക്കുക. സാധാരണക്കാരായ മനുഷ്യർ നിങ്ങൾ വെറുതെ വിടുക. അവരെവിടെയെങ്കിലും കുർബാനയില്ലോ ഒക്കെ ആയിട്ട് നടക്കട്ടെ, അവരുടെ ജീവിതമായിട്ട് നടക്കട്ടെ, അവരുടെ ഒരു പാരമ്പര്യം ആയിട്ട് നടക്കട്ടെ.
നിങ്ങൾ അവൻ്റെ മുകളിൽ കയറി നിങ്ങളുടെ ഗുണ്ടാപ്പിരി തരാത്തവരെ മുഴുവൻ മോശക്കാരാക്കുന്ന പരിപാടി ശരിയല്ല എന്ന് മാത്രം പറഞ്ഞു. നന്ദി. ടോം ജോസ് അടിയമ്പാട്.